ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുകയാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആ ശാന്തതയിലാണ് അല്ലേ. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ വലിയ ഒരു പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ അല്ലേ. അതെന്താ പറ്റി? ഒടുക്കും പോകാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു മൂടില്ലാതായി. അപ്പോൾ ഏകദേശം എല്ലാവരും അവരുടെ വീട്ടിൽ അങ്ങോട്ടൊക്കെ പോയി, വിരുന്നേര് വന്നവരൊക്കെ മടങ്ങി പോയിട്ടില്ല. എല്ലാവരും വരില്ല, ഞാൻ മാത്രം ഇവിടെ ഉള്ളൂ. അങ്ങനെ എല്ലാവരും പോയിട്ടില്ല. അല്ല, നമ്മളോടൊപ്പം വന്നല്ലോ, ഓല് പോയി ഞാൻ പറഞ്ഞു. നമ്മളോട് ഇവിടെ അമ്മായി വന്നിന്ന്, അമ്മായിന്റെ മോള് വന്നിന്ന്, മോനെ വന്നിന്ന്, കുട്ടികളെ വന്നിന്ന്. ഭയങ്കര രസമായിരുന്നു. വീഡിയോ എടുത്തിട്ടില്ല, അവർക്ക് താല്പര്യമില്ല. അപ്പൊ ഭയങ്കര രസമായിരുന്നു. കുറെ സമയം കഴിഞ്ഞിട്ടാ പോയത്. ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടോ പോയത്. അവർക്ക് നല്ല പഠിച്ചോണ്ടിരുന്ന കൂലി ഉണ്ടാവും. നമ്മളെ സന്തോഷിപ്പിച്ചതിന്. കാരണം നമ്മളെ അടുത്ത് സത്യം പറഞ്ഞാൽ ആരും വന്നിട്ടില്ല. എല്ലാവരും ഉണ്ടായിട്ട് ഇപ്രാവശ്യം അവരാർക്ക് എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ചുറ്റുപാടും കാര്യങ്ങളായി. പിന്നെ നമ്മളായിട്ട് വണ്ടിയും കാര്യം ഇല്ലാതെ നമ്മൾ കൊടുക്കും. എല്ലാ വീഡിയോയിലും പറയുന്നത് ചടപ്പിക്കില്ല കേട്ടോ, വണ്ടിയില്ല എന്ന്. അപ്പോൾ പുറത്തേക്ക് ഒന്നും പോകാനും വല്ലാതെ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഓരൊക്കെ പോയപ്പോ ടെൻഷന്, പോയ വേവലാതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഓർക്കും പോവാനും ഇല്ല. അതെ, പോവാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വണ്ടിയിലായിട്ടാണ് ഇല്ലേ. പിന്നെ നമ്മൾ ഈ ബസ്സും വണ്ടിയൊക്കെ കയറി പോവാച്ച ഭയങ്കര ചൂടല്ലേ. സീസൺ ടൈം ആയതുകൊണ്ട് തിരക്കല്ലേ ബസ്സിലും ട്രെയിനിലൊക്കെ. അനിയത്തിയും ഒക്കെ വന്നിന്ന്, എല്ലാവരും കൂടി ഇടയ്ക്ക് ട്രെയിനിൽ പാലക്കാട്ട് പോയിക്കണം. അപ്പൊ എന്താണ്, അവരാകെ കുടുങ്ങികളല്ലേ. വെയിലും അവര് ഭയങ്കര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴേ ഫോൺ ചെയ്തപ്പോഴേ ആരൊക്കെ പോയിക്കണറിയോ, 7 ആളും മക്കളും കൂടിയാണ്. കുഞ്ഞു മക്കളൊക്കെ ആയിട്ടാ പോയിക്കണത്. അപ്പൊ കഷ്ടപ്പെടില്ല. എന്താ വെച്ചാൽ കുട്ടികളായിട്ട് ഭയങ്കര തിരക്കാണ്. കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല, സീസൺ ടൈം തിരക്കാണ്. ഇന്നലെ രാത്രി 1 മണിയൊക്കെ എത്തിയപ്പോ ആ 1 മണി വരേക്കും ട്രെയിൻ ഫുൾ ജലാണ്. നമ്മളെ ഒരിക്കൽ അനുഭവിച്ച നമുക്കറിയാലോ, ഓർമ്മ ഉണ്ടാ, മറന്നോ. എന്നാലും പോവാൻ പോയി. എനിക്ക് ഇവനക്ക് താല്പര്യമില്ല ട്രെയിൻ. എന്താ എനിക്ക് ട്രെയിനിൽ പോകാൻ താല്പര്യമില്ലാത്ത? ഇനി അത് മാത്രല്ല, ഇപ്പൊ ഈ പോയ ആളുകൾ ഇതാ അവര് ഇതേ സീസൺ ടൈമിൽ ഇനി പോകുന്നുണ്ട്. അവര് പറഞ്ഞു സീസൺ ടൈമിൽ പോകില്ല. എന്താ വെച്ചാല് നമുക്കൊരു 5000-10000 ഇങ്ങോട്ട് തരാനാണ് പോകില്ല. അപ്പൊ ഞങ്ങള് ടൂറ് സീസൺ ടൈമിൽ നിന്ന് മാറ്റി വെച്ച്. അതെ, മാറ്റി വെച്ച് 2 മാസം മാറ്റിയിട്ടുണ്ട്. ഈ 2 മാസം ഫുൾ സീസണാണ്. അത് അങ്ങനല്ല, അത് ഇതിന്റെ ഇടയിലൊക്കെ കുറയും. നേരെ ഫുൾ സീസൺ ഇല്ല. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയാണ്, സ്കൂൾ പൂട്ടിയതാണ്. അപ്പൊ എല്ലാവർക്കും ഈ 2 ആഴ്ച ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കൊട്ടാരം ഇതാണ് നമ്മുടെ വീട്, അൽഹംദുലില്ലാ. അപ്പോൾ വീടും അതിനോട് ബന്ധപ്പെട്ട മുറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചതാണ് കേട്ടാ. അവജില്ലല്ലോ, എന്നിട്ട് വാ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 3 വീടാണ് കേട്ടോ വരി വരിയായിട്ടുള്ളത്. 15 സെന്റിലാണ് ഈ വീടുകൾ നിൽക്കുന്നത്. എല്ലാവരും കൂടി ഒന്നിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കലക്കം നിങ്ങോട്ട് കാണിക്കട്ടെ. ചെടികളൊക്കെ ഏകദേശം ഇപ്പോഴത്തെ വെയിലും നോമ്പ് സമയമൊക്കെ ആകുന്ന കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. വളരെ മഴ പെയ്തോണ്ടാ? മഴ പെയ്തുകൊണ്ടാണ് പോയതെന്ന് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഒരു മൂച്ചി ഇതപ്പുറത്താണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയാലാണ് കണ്ടില്ലേ നമ്മളെ ചെടി കാര്യങ്ങളൊക്കെ. അത് ഒരുപാട് കഷ്ടപ്പെട്ട് മാളുണ്ടാക്കിയ ചെടികളാട്ടാ. അവിടുന്ന് ഇവിടുന്ന് കൊമ്പും കഷ്ണമൊക്കെ ഒപ്പിച്ചുണ്ടാക്കിയതാണ്. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. ഇതിന്റെ 10 മണി ഇതാ ഇഷ്ടംപോലെ രാവിലെ എല്ലാം പൂവിടും. ഇത് എന്താ വെച്ചാല് കുഞ്ഞിപ്പോൾ മീൻ വെള്ളം ഒഴിച്ച് നല്ല കരുത്തിലിട്ട് വന്ന് ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് പൂവിടും. ഇപ്പോൾ പൂവ് കുറഞ്ഞിരിക്കണം, ഞാൻ നോക്കാതായിട്ട്. എൻ്റെ ചെടി കാണിച്ചു തരാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടത്. പിന്നെ ഇതൊക്കെ ഈ സംഭവങ്ങളാണ്, കണ്ടില്ലേ. ഇങ്ങനത്തെ ഐറ്റംസുകളാണ്. ഇതൊക്കെ ചട്ടി മാറ്റാനുള്ള കേട്ടോ. അതിൽ കുറേ എന്താ പറയാ പുതിയതാൾ വന്നത്. പിന്നെ വല്ല ഞങ്ങൾക്ക് വെയിലായ കാരണം ഇതൊക്കെ മുക്ക് കൊടുന്ന് വെച്ചാണ്. എന്താ വെച്ചാല് ആ കൊലയുമ്പോ അത് കൊണ്ടുവെക്കാൻ പറ്റൂല, ഫുള്ള് വാടി പോകും. വേടല്ല, ഇലന്റെ തലപ്പൊക്കെ കരി ഇലൊന്നും കൊലയും വെക്കാൻ പറ്റൂല. കൊലയെന്ന് പറഞ്ഞാൽ ഫുൾ വെയിലും ഭയങ്കര വെയിലാണ്. അപ്പൊ അവിടെ ആ കടലാസ് പൂവേ പറ്റുള്ളൂ. ഈ പൂവൊന്നും കൊലയും വെക്കാൻ പറ്റില്ല. പൂവല്ല, ഇല. എന്താ അതൊക്കെ നല്ല രസമാണ്. തണലുള്ള സ്ഥലത്ത് ഒരുപാട് ഇതാണ് ഫുള്ള് കമ്പളം പൊട്ടി വന്നത്. ഇതൊക്കെ ഓരോരോ ചട്ടിയിൽ ഒരേപോലെ വെക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഈ സംഭവങ്ങൾ ഇതാ
ഒരേപോലെ ഒരു 4-5 ചട്ടിയിൽ ഒരേ കളറിൽ വെച്ചാലേ നല്ല രസമുണ്ട്. പക്ഷെ ഇത് ഇവിടെ പറ്റൂല. ഒന്ന് നമ്മളെ മുന്നിൽ സീറ്റ് ഇട്ടാലൊക്കെ റെഡിയാവും, ഇവിടെ പറ്റൂല. അപ്പൊ ഇത് ഇവിടെ ഈ ഒഴിച്ച് ഇവിടെ ഈ മുക്കിൽ കൊടുന്ന വെച്ചാണ്. അതൊക്കെ അതിന്റെ ബാക്കിയാണ്. നല്ല ഇതൊക്കെ നല്ല രസമുള്ള ചെടികളാണ്. കണ്ടില്ലേ, ഇതൊന്നും ഓവർ വെയിലൊളിയാണ്. കണ്ടില്ലേ, വെയിലൊളിക്കാൻ പറ്റൂല. നമ്മളെ മൂന്നാറിന്ന് കൊടുന്ന ഒരു ഇതുണ്ടായിരുന്നില്ലേ, അതല്ല ചോപ്പ് പൊട്ടിയില്ലല്ലേ. കൊമ്പ് കുഴിച്ചിട്ട് ഇത് മൂന്നാറില് ഞങ്ങള് ടൂർ പോയപ്പോ കൊണ്ടുവന്നിട്ടാ. അതാ ചോപ്പ് ഇല ആവണതാണ്. നല്ല അടിപൊളിയായിരിക്കും കാണാൻ, നല്ല രസാ കാണാൻ. അടക്കാപ്പ എത്ര വലുതായാ എവിടെ ഇരുട്ടായിക്കണല്ലേ. അടക്കാപ്പൻ കൊറേ വലുതായിട്ട് അതുണ്ട് നിങ്ങള്. ഓക്കെ, എല്ലാം തേങ്ങന്റെ വലിപ്പുണ്ടാവും, പൊളിച്ച തേങ്ങന്റെ വലിപ്പല്ലേ. ചെടികൾ ഇത്ര ഉള്ളൂ. ഞാൻ നല്ലോ ഇഷ്ടംപോലെ ചെടിന്റെ പൂരനി വിറ്റ നിറയെ ഞാൻ ഇതിന്റെ കൂടെ ഞാൻ എന്റെ പഴയ വീടിന്റെ ഫോട്ടോ ഞാൻ വെക്കണ്ടിട്ട്. ഞാൻ ചെടി വളർത്തിന്ന് അടിപൊളി. എല്ലാവർക്കും ഇങ്ങനെ നോക്കി നിൽക്കും, അത്രക്കും രസമായിരുന്നു. പക്ഷെ പിന്നെ എന്താ പറയാ, ഓരോ വേനൽ നോമ്പ് കഴിഞ്ഞ അതിന് മുന്നത്തെ നോമ്പിന് ഞാൻ ശ്രദ്ധിക്കാതായി. പിന്നെ ഈ ഊരവേദനയും വയ്യായതിനെ വല്ലാതെ ഞാൻ ചെടിമക്കൊന്നും തിരിയലില്ല. കുറച്ച് പച്ചമുളകില്ല അവിടെ, അതേ ഉള്ളു, വേറെ ഒന്നുമില്ല. അത് മതി. പച്ചമുളകൊക്കെ കേടന്നു. ഇവിടെ ഒരു വഴുതന ഉണ്ട്, പിന്നെ കൊറേ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് ഇതിമേ. ഉണ്ടല്ലേ, പൊതുവെ ടെറസിന്റെ മേലൊക്കെ ആദ്യം ഇവിടെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ പിന്നെ കുറച്ചായിട്ട് ഇതൊക്കെ കണ്ടത് കാടട്ടിയത് ചട്ടി മാറ്റാനുള്ളതാണ്. ഇതൊക്കെ ഓരോ തൈ വെച്ച് പിന്നെ ചെടിച്ചട്ടി വാങ്ങണം. അതെ, കുറച്ച് ചെടിച്ചട്ടി വാങ്ങണം. ചെടിച്ചട്ടി 20 കിട്ടിയാലും മതിയാവൂല, അത്രക്കും വാങ്ങണം. ഒരു പച്ചമുളക് കൂടി കൂടെ കാണിച്ചു തരട്ടതാ. വെള്ളമുളകാണ്. ഇതാണ് നമ്മുടെ അടുക്കള. വാഷിംഗ് മെഷീൻ ഇവിടെയാണ്. ഇവിടെ ബാത്റൂം, പുറത്തേക്കുള്ള ബാത്റൂം, അടുക്കള. ആ കാണുന്ന സാധാ കിണറ് അനിയന്റെ അപ്പുറത്തുള്ളട്ടാ. അടുക്കള ഭാഗം ഇതാണ്. ഒരു തെങ്ങ്, ഇത് മാളു വെച്ച തെങ്ങാണ് അല്ലേ. ഏകദേശം 10-12 വർഷമായി കാണൂലേ. 10 എത്ര 8 വർഷമായി കാണും ഈ തെങ്ങ്. അതായത് അവിടെ JCB കുഴി കുത്തിന്ന്, പിന്നെ അവിടെ മാന്തികാണ്ട് മാള് വെച്ചതാണ്. ഇതൊക്കെ കിണറ് അപ്പുറത്താണ്. നമ്മുടെ അതിരാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. ഇപ്പൊ നമ്മൾ ഈ പായിന്റെ ചോട്ട് വണ്ടിയൊക്കെ നിർത്താൻ 2 ദിവസം കൂടി നമ്മളെ കാറ് നിർത്തിയിട്ട സ്ഥലമാണിത്. അതെ, കാറ് 10-15 ദിവസം കൊണ്ട് ഇറങ്ങും. പിന്നെ എന്താ പറയാ, അങ്ങനെ ഞങ്ങളെ ടൂറ് ക്യാൻസലായി. ക്യാൻസലാവില്ല, ചിലപ്പം പോവും ചെയ്യാം. ഇപ്പൊ തൽക്കാലം വേണ്ടാന്ന് വിചാരിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ വിചാരിച്ചു. എന്റെ ഫോണോടെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ വീടിന്റെ ചുറ്റൊക്കെ ഒന്ന് കാണിച്ചു തരണം പറഞ്ഞു. മുറ്റൊക്കെ കാണണം, ചെടികൾ കാണണം ഒക്കെ പറഞ്ഞു. ചെടികളൊക്കെ കഴിഞ്ഞിരിക്കണേ. അതെ, നമ്മള് വീഡിയോയിലെ കുറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കാണാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടിട്ടാണ്. അപ്പൊ അതൊക്കെ കാണിച്ചു തരട്ടാ. അപ്പൊ ഇതാണ് നമ്മളെ മോൾട്ടിന്റെ വീട് ട്ടാ. അപ്പൊ ഇവിടെ ആരുമില്ല, ഒക്കെ പോയിക്കണ്. ഭയങ്കര അസ്വസ്ഥതയാണ് പോയി. മോളും പോയി. കുഞ്ഞിനെ കുഞ്ഞിക്ക് പെടണേ. കുഞ്ഞിനൊക്കെ ഇവിടെ നിന്ന് ചാടിച്ചിട്ടാണ് പോയിട്ടേ ഉള്ളൂ. ഇതാണ് വീട്. ഇത് 4 സെന്റ്, അത് 4.5 സെന്റാട്ടാ. അത് 4.5, ഇത് 4. ഞങ്ങള് കൂടെ സ്ഥലം വാങ്ങിയതാണ് അവിടെ. അതൽക്കല് 5 സെന്റ് അല്ലേ? ഒരു 5 അല്ലേ, ടോട്ടൽ 15 റോഡടക്കം. പിന്നെ അപ്പൊ അതൊക്കെയാണ്. പിന്നെ അവിടെ പഞ്ചായത്തിൽ നിന്ന് കൊടുന്ന മൂച്ചയാണ്. 2 മൂച്ചയുണ്ട്. ഇതാണ്ടില്ലേ, ഇത് പഞ്ചായത്ത് നമ്മൾ കിട്ടിയിട്ട് വെച്ച മൂച്ചയാണ്. ഇത് വേറൊരു മൂച്ച. ഓക്കെ, അപ്പൊ ഞങ്ങളെ വീട് കണ്ടില്ല. പിന്നെ വീടിന്റെ ഉള്ളിൽ പിന്നെ ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ്. 2 ബെഡ്റൂമും അടുക്കളയും ലൈനിങ്ങാളും കൊലയും. അതിലൊതുങ്ങും ഞങ്ങളെ ജീവിതം. കുട്ടിമോനാണ്. പിന്നെ ഈ പോകുന്ന ഇവിടെ അയൽവാസിയാണ്, കുട്ടിമോൻ എന്ന് പറയും. നമ്മുടെ ബാവാക്കാൻ്റെ കുട്ടിമോനാണ് പോണേ. ഫാസില് ആള് നല്ലൊരു വണ്ടിയുടെ പ്രേമിയാണ് ശരിക്കും അല്ലേ. വണ്ടിപ്രാന്തനാണ് ആള്. നല്ലത് എപ്പോഴും നല്ല അടിപൊളി വണ്ടികൾ കയ്യിലുണ്ടാവും ആളെ. നല്ലൊരു അയൽവാസിയാണ്, നല്ലൊരു പയ്യനാണ് അല്ലേ. നല്ല സ്വഭാവമാണ്.
നല്ല പെരുമാറ്റമാണ്. അപ്പൊ ഇതാണ് ഞങ്ങളെ കൊല്ലായി. ഇത്രയുള്ളൂ. പിന്നെ ഡെനിങ്ങൾ കാണണ്ടല്ലോ, ഡെനിങ്ങൾ സ്ഥിരമായിട്ട് കുറച്ച് അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ട്, കാരണം ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ലാന്ന് വിചാരിക്കണേ അല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട്. കേറി ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇതിപ്പോ വിരുന്നേര് വന്ന് പോയ ആ പടയാണ് കേട്ടോ. അതെ, ഈ സോഫ സംഭവം പറഞ്ഞൂടെ. ഈ സോഫ എനിക്ക് ഒരാൾ വണ്ടി കയറ്റിയാണ് കൊണ്ടേ കളയാൻ തന്നാണ്. ഒരു പൈസയുള്ള ടീം നമ്മളെ നാട്ടിലിട്ടാ. അപ്പോൾ ഈ സോഫ കണ്ടില്ലേ, ഇത് എന്നോട് വണ്ടി കയറ്റിയാണ് എവിടെയെങ്കിലും കൊണ്ടേ കളയാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോ നമുക്ക് ഇതെന്തോ ഒരു നിധി കിട്ടിയ പോലെ ഞാൻ പറഞ്ഞത് വേണ്ടത് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാറ്. തന്നെ കുഴപ്പമില്ല, എന്നാ കൊണ്ടുപോയിക്കോറിന്. നമുക്കിപ്പോ ഇങ്ങനത്തെ ഒരു സോഫ വാങ്ങാൻ കഴിയൂല. അത് അങ്ങനെ കൊടുത്തിട്ടതാണ്. നമുക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി, നല്ല രസമായി വാങ്ങിക്കൊടുത്ത്. ഇപ്പൊ നമ്മളെ ചായ കുടിച്ചപ്പോ വിരുന്നേരൊക്കെ പോയിട്ടുള്ളൂ. ഇപ്പൊ പോയിട്ടുള്ളൂ. ഞങ്ങൾ ഓലപ്പം ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് നമ്മുടെ ഡൈനിങ് ഹാള്, ഇത് ഇവിടെ ഒരു ബെഡ്റൂം, കുറച്ച് അലമ്പുണ്ട്. ചെറിയ ചെറിയ കുട്ടികളിലൂടെ ഓല കളിയോണ്ട് ഇങ്ങനെ ആയതാണ്. വൃത്തിയാക്കിയതാണ്. ഫുള്ള് നല്ലാക്കും, പിന്നെ അതേപോലെ ആവും. ഈ റൂമില് നമ്മൾ കട്ടില്, ഈ റൂമ് ഞങ്ങളെ റൂമ്, ഈ കട്ടില് ഇതാ ഇങ്ങനെ ചെരിച്ചിട്ടതാണ്. ഈ കോസല് ഇതിമൊക്കെ മടക്കി വെക്കും. ഇതാ ഇവിടെ ചില സമയത്ത് കോസിൽ നന്നായിട്ട് വിരിച്ചിവിടെ കിടക്കും. ചൂടാണെങ്കിൽ നിലത്ത് അങ്ങനെ കിടക്കും. ഇവിടെ നിലത്ത കിടക്കില്ല. ഞങ്ങളെ ബെഡ്റൂമ് ഇത് ഞങ്ങളെ അൽമറതാ. അൽമറ തുറക്കണ്ട, ഒരു ഷോർട്സ് എടുക്കണില്ല. എന്റെ ഭാര്യന്റെ ഡ്രസ്സ് എന്നെ നല്ല ബഹുമാനിക്കോ, അത് തുറക്കുമ്പോ എന്റെ കാൽക്കല് വീഴുന്നറിയില്ല. അതേ മൈക്ക് പിന്നെ ഇതൊരു ബാത്റൂമ്. പിന്നെ നമ്മളെ അടുക്കള പയം പൊരിച്ച കച്ചറക്കുണ്ട്, ഞാൻ കാണിച്ചു തരില്ല. ഞങ്ങളെ കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ ഒരുപാട് സന്തോഷമാണ്. പിന്നെ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടത്. അത് പിന്നെ ഈ ജനാൽക്കൊന്നും പോവില്ല. പിന്നെ അതാ മേലെ കണ്ടിട്ടുണ്ടോ? ലൈറ്റ് ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മേലെ. ഇരുട്ടാണ്. ഡോർ അടിച്ചിട്ട് കേട്ടാ. പിന്നെ ഈ കാണുന്ന ടി വി ഞങ്ങള് മസ്കറ്റിൽ ഞാൻ ജോലി ചെയ്യുമ്പോ അവിടെ ഞങ്ങള് റൂമിൽ ഉപയോഗിച്ചതാണ്. ആകെയുള്ള സമ്പാദ്യമാണ്. മസ്കറ്റിൽ കൊണ്ടുവന്നിട്ട് എന്തായാലും ഒരു 12 വർഷം 12 അല്ല 15 വർഷം 15 അല്ല 17 വർഷമായി കാണും. പക്ഷെ ആള് ഇവിടെ വർക്കിംഗ് അല്ല, കേടില്ല. പക്ഷെ ചാനൽ ഇതൊന്നും ഇല്ല, പൈസ കയറ്റിയിട്ടില്ല. അതിന്റെ കേബിള് കാര്യമൊന്നും ഇല്ല. ശരിയാക്കണം. അല്ല വൈഫൈ കിട്ടണമെന്നുണ്ടെങ്കിൽ നെറ്റ് സെറ്റർ അങ്ങനത്തെ സാധനം കുത്താണ്ട് അതിന് നല്ല പൈസ വേണം. അപ്പൊ ഇതാണ് ഞങ്ങളെ വിശേഷങ്ങൾ. ഞങ്ങളെ വീട് കാണിച്ചു തരാൻ പറഞ്ഞോൽക്കുള്ള കേട്ടാ. പിന്നെ കുറെ ആൾക്കാർ പറയും ഏതാപത് എന്നും കാണണല്ലേ എന്നൊക്കെട്ടാ. അപ്പൊ സത്യത്തിൽ എവിടേക്കും പോവാത്തതിന്റെ ടെൻഷനും എന്തൊക്കെയാ മൂഡ് ഓഫിലൊക്കെ മാളും ആകെ മന്ദപ്പിരിക്കുകയാണ്. ശരിക്കും മന്ദപ്പന്നെയാണ്. അതെ, ശരിക്കും ഇങ്ങനെ ആ ഒരു അവിടുന്ന് ഉമ്മാൻ അതിനെയും കൊണ്ടുപോയില്ലേ? ആയിക്കോട്ടെ, നമുക്ക് പോവാം കേട്ടാ. ഇന്നലെ വൈകുന്നേരം പൊറാട്ട വാങ്ങാൻ പോയി. അപ്പൊ ഞാനും കൂടെ പോയി. അതിനും കൊണ്ടുപോയില്ലല്ലോ എന്നെ. ആ കണക്കിന് ഉമ്മ അൽഹംദുലില്ലാ എന്ന് പറയണല്ലേ. പിന്നോ ഇവിടെ ചെങ്ങാട്ടിക്കെട്ടൻ പോയത് അൽഹംദുലില്ലാ അറിയണം. അപ്പോ ഏതായാലും നിങ്ങളോട് പറയാന് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ. നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കണം. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പല്ലേ? അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ്. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം. നിങ്ങൾ എന്തായാലും കാത്തിരിക്കണം. അടിപൊളി കുക്കിംഗ് വീഡിയോ എടുക്കണം വിചാരിച്ചപ്പോ അമ്മായി ഇവരൊക്കെ വന്നപ്പോ പഴംപൊരി ഉണ്ടാക്കി. അപ്പൊ പിന്നെ അത് എടുത്തില്ല. അപ്പൊ എല്ലാവരോടും ഉള്ളതല്ല. അപ്പൊ പിന്നെ നാളെ നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോ. അപ്പൊ ഇന്ന് രാത്രി 9 മണിക്ക് എന്താന്നുള്ളത് നാളെ വീഡിയോയിൽ കണ്ടാൽ മതി. രാത്രി 9 മണിക്ക് ലൈവ് ഉണ്ട്. രാത്രി അന്തിക്കുന്നു 9 മണിക്ക് ലൈവ് ഉണ്ടാവും. നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തൊക്കെ ചോദിക്കണം ഒക്കെ ചോദിച്ചോണ്ട് എല്ലാവരും മറുപടി ഉണ്ട്. ഞങ്ങളെ കുറിച്ച് എന്തൊക്കെ അറിയുന്നുള്ളൊക്കെ ചോദിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ഇവിടെ ഇടാണ്ട്. എന്താ ഫുഡ് ഒന്നും ഇപ്പൊ പറഞ്ഞില്ല. അത് ഇവരോടും പറഞ്ഞിട്ട് അടിപൊളി ഒരു ഫുഡ് തന്നെയാണ് വരാനുള്ളത്. എന്താന്ന് നിങ്ങൾ നോക്കാം. അപ്പോ ഈ അടിപൊളി കാരണം എന്താണ് ആ ഇതാപ്പൊന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ചോദിക്കൂല. എനിക്ക് ഏകദേശം രൂപ ഉണ്ട്, ഞാനിപ്പോ പറയില്ല. ഏതായാലും എന്താ നോക്ക നമ്മള് ഏകദേശം രൂപ തന്നെ എന്താണ് നോക്ക. ഒരിക്കലും നിങ്ങൾക്ക് രൂപ ഉണ്ടാവൂല. നേരെ ഉണ്ടാക്കാത്ത ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷെ എന്താണ് കാരണം ഒരു നിഗമനം പറയാൻ കഴിയൂല. എന്നാലും നിങ്ങൾ പറഞ്ഞില്ലേ ഏകദേശം എനിക്ക് അറിയാന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ് ഈ കാരണം ഏകദേശോ
കാരണം സാധനം പുറത്തു പോയി കൊണ്ടുവന്നിട്ട് വേണം ഉണ്ടാക്കാനുള്ള സാധനം. അതൊന്നും ഞാൻ പറയില്ല. അത് പറഞ്ഞാലേ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ആ സാധനം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും നമ്മളെ വീട്ടിലിപ്പോ ഉണ്ടോ? ഇപ്പൊ ഉണ്ട്. ഒന്നും നിങ്ങൾ കൊടുന്നല്ല ആവശ്യമില്ല. പിന്നെ എല്ലാ സാധനവും ഉണ്ട്. നൂൽപുട്ട വൈകുന്നേരക്കടിയാണ്. കുറച്ച് വിട്ടുടുക്കി ക്യാമറ. വൈകുന്നേരത്തെ കടിയാണ്. എന്തായിരിക്കും കുട്ടിമോനെ? പഴംപൊരി എപ്പോഴേലും ഉണ്ടാക്കുള്ളൂ. എന്തെങ്കിലും സ്നാക്സ് ആയിരിക്കും. ഒരു ഉറപ്പിക്കണ സംഭവം പറഞ്ഞാണേ വൈകുന്നേരം ഉണ്ടാക്കാനുള്ളതോ? ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരണ്ട. ഞാൻ പറയില്ല. ഞാൻ നാളെ ഉണ്ടാക്കുമ്പോ കാണിച്ചു. ബിൽക്കാർക്കും അറിയാം. നാളെ പറഞ്ഞുതരാം. എന്തെങ്കിലും വീഡിയോ ബിൽക്കാർക്കും കിട്ടിയിട്ടില്ല സാധനം. പക്ഷെ ഞാൻ കേൾക്കുമ്പോ അത് ഞാൻ വല്ല ചോദിച്ചു നോക്കട്ടെ. സോപ്പ് ഇട്ട് സിമ്പിളാണ് സംഭവം. പക്ഷെ അത് നിങ്ങളെല്ലാരും അങ്ങനെയാണോ ഉണ്ടാക്കല് എന്നുള്ളത് ഞാൻ ഉണ്ടാക്കുമ്പോ കാണാലോ. മനസ്സിലായ? സിമ്പിളാണ് സംഭവം. പക്ഷെ അത് ഞാൻ ഉണ്ടാക്കണ പോലെയാണോ നിങ്ങൾ ഉണ്ടാക്കണേ എന്നുള്ളത് അറിയണല്ലോ. പക്ഷെ ആ സംഭവം ഇയാള് പഠിപ്പിച്ചെന്നത് കൊണ്ടാ. എനിക്കറിയാത്ത സംഭവമാണ് അത്. ഇയാള് പഠിപ്പിച്ചെന്നാണ്. ഇത് സസ്പെൻസ്. ഞാൻ ചോട്ട് പറഞ്ഞ അല്ലേ? നാളെ പറഞ്ഞു. നാളെ പറയണ്ട്. ഒരു വ്യത്യസ്തമായ ഐറ്റംസ് തന്നെയാണ്. എല്ലാവർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഉപകാരപ്പെടുന്ന വൈകുന്നേരത്തെ ഒരു എളുപ്പം കടി തന്നെയാണ് അല്ലേ? സംഭവം അറിയാം. എല്ലാരും അങ്ങനെ അല്ല ഉണ്ടാക്കല്. അതെ. നമ്മളിവിടെ ഈ നമ്മുടെ സ്നേഹസന്നദ്ധമായ നമ്മളെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളമായ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കാത്തിരിക്കണം. ഓൽക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. നിങ്ങൾക്കൊരു സർപ്രൈസ് തരണല്ലോ. രസമല്ലേ? ഇത് ഞങ്ങൾ ഉണ്ടാക്കലുണ്ട്. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. അത്രേ ഉള്ളൂ. എല്ലാരും ഉണ്ടാക്കലുണ്ടാവും. എല്ലാവർക്കും ഇപ്പൊ പറഞ്ഞാല് കുക്കിംഗ് അറിയാത്തവരായിട്ട് ആരുമില്ല. ഇപ്പൊ പുതിയ തലമുറയും കണ്ടുപിടിച്ചിട്ടും യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന തലമുറ. ഇപ്പൊ ഫുഡിനൊന്നും വലിയ ഇതില്ലാത്ത സ്റ്റൈലൊന്ന് കാണിക്കാൻ നമ്മൾ വലിയ ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങനെ ഒന്നും അല്ല കേട്ടാ. ഓരോരുത്തർക്ക് ഓരോ രീതി ഉണ്ടാവും. ഓരോരുത്തർക്ക് ഓരോ കയ്യിന് ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കിയതാ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റൂല. ഒരിക്കലും ഞാൻ പറയില്ല. എനിക്ക് എപ്പോഴും വേറെ ഒരാൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉള്ളൂ. അപ്പൊ നാളെ ആ വീഡിയോ ആയിട്ട് വരല്. അപ്പൊ ആ വീഡിയോ ഞങ്ങളെല്ലാരും വെയിറ്റ് ചെയ്യാം. പിന്നെ രാത്രി 9 മണിക്ക് ലൈവ് കാണാം. ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.